കുളിക്കണോ? നോക്കണ മുള്ളുവാനാണ് ഒരു വൃത്തികെട്ട കയറ്റം. അതിനും നല്ല പറയല്ല. ഹലോ ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവർക്കും വൃന്ദ രാഹുൽ ബ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതെ, വൃന്ദ ബാക്ക് സൈഡിലുണ്ട് ക്യാമറ. ഇപ്പോൾ നമ്മളുള്ളത് പെരിന്തൽമണ്ണയോട് അടുത്തുള്ള പെരിന്തൽമണ്ണ കോട്ടയ്ക്കൽ റൂട്ടിലുള്ള പാലൂർ കോട്ടയിലാണ്. പാലൂർ കോട്ട എന്ന് പറയുമ്പോൾ കോട്ടയല്ല, ഇത് പാലൂർ കോട്ട വെള്ളച്ചാട്ടമാണ്. അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ നമ്മളിത് കാറ് പാർക്ക് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വ്യൂസ് എല്ലാവരും കാണാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത എല്ലാവർക്കും നമ്മൾ ഒരുപാട് താങ്ക്സ് പറഞ്ഞു. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ കാണുന്ന വഴിയിലൂടെ കുറച്ച് കയറി പോകണം നമ്മൾ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ കാറ് ജസ്റ്റ് സൈഡ് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാർ അവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ്ടോ ഈ വെള്ളം ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി 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 ഈ റോഡ് ക്രോസ് ചെയ്ത് പോകും. അപ്പോൾ ഈ സ്ഥലം എങ്ങനെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഈ വഴി വരുന്ന സമയത്ത് സത്യം പറഞ്ഞ ഗൂഗിൾ മാപ്പ് ഞങ്ങൾക്ക് റോങ് ഇൻഫർമേഷനാണ് തന്നത്. ഇവിടെ വരുന്ന ആളുകളോട് ചോദിച്ചാൽ ഞങ്ങൾ വന്നത്. അപ്പോൾ പിന്നെ ഇത് എങ്ങനെ മനസ്സിലാവുന്ന എന്നുള്ളൊരു കാര്യത്തിന് ഈ റോഡിലോട്ട് വെള്ളം ഒഴുകി വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത്. കുറച്ച് കാട് പോലെ കയറും തോന്നുന്നു. ഇവിടെ വരുമ്പോൾ വൃന്ദയ്ക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ സത്യം പറയച്ചാൽ. കാരണം ഒബ്വിയസ്ലി നമ്മൾ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉണ്ടാവും. ഇനി വല്ല സാമൂഹ്യ വിരുദ്ധരൊക്കെ ഉള്ള സ്ഥലമാണെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ നിറയെ ഫാമിലീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ധൈര്യസമേതം പോയി നോക്കുന്നുണ്ടോ. ഇവിടുന്ന് അങ്ങ് തലയ്ക്കൊരു മല കാണുന്നുണ്ടോ നിങ്ങൾക്ക്? അടിപൊളി അല്ലേ? ഇവിടെ തന്നെ നമുക്ക് വെള്ളത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. വിഴരുത് കേട്ടോ. ഇതാ വെള്ളച്ചാട്ടത്തിന്റെ ഒരു ചെറിയൊരു കൈവഴി പോലെ വരുന്നുണ്ട്. അടിപൊളി, സൂപ്പർ. ഇതങ്ങനെ ഒരുപാട് കയറ്റം കയറാനുണ്ട്. നമ്മളതേ മെല്ലെ കയറിക്കൊണ്ടിരിക്കുകയാണ്. വൃന്ദ മുന്നോട്ട് പോകുന്നു. തുടങ്ങിയോ? കുറെ പേര് വരുന്നുണ്ട് കേട്ടോ, ഫാമിലി ബൈക്കിൽ. സത്യം പറഞ്ഞാൽ ഇവിടെ ഫാമിലീസിനെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ആശ്വാസമായി. അതുവരെ വൃന്ദ പേടിച്ചേട്ടാ തിരിച്ചു പോണോ പറഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ കഥയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആകെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷീണിച്ചു. അത്യാവശ്യം നല്ല കയറ്റാണ് കേട്ടോ. ക്യാമറയിൽ എനിക്ക് മനസ്സിലാവും അറിയില്ല. വെള്ളത്തിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നമുക്ക് പോവാം. എത്തിയോന്ന് അറിയില്ല. വെള്ളത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. നല്ല രസമാണ്. വലിയൊരു മല അല്ലേ? ഈ മല കയറാൻ പറ്റുമെന്നോ? ഈ അധികം സ്റ്റെപ്പെല്ലാം ഉണ്ട്. കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. പോയി നോക്കാം. കണ്ടോ അതിന് മേലെ വെള്ളം വരുന്നുണ്ടോ? നിങ്ങൾക്ക് ക്യാമറയിൽ വ്യൂ കിട്ടുന്നുണ്ടോ അറിയില്ല. ആ മേലെ വെള്ളച്ചാട്ടം വരുന്നുണ്ടോ? സൂപ്പർ. അതിന്റെ മേലെ നമുക്ക് കയറിപ്പോവാം. അതേ കുറെ ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് കയറിപ്പോവാ. അടിപൊളി. ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നേ പോകുന്നുണ്ട്. നിങ്ങൾ ഷൂ ഇട്ട് വരണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഒരുപാട് കല്ലുകളാണ്. അതുപോലെ തന്നെ വഴുക്കി വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലേഡീസ് ആയാലും ജെൻസ് ആയാലും കിഡ്സ് ആണെങ്കിലും എല്ലാവരും ഷൂ ഇട്ട് വരണം. വൃന്ദ അടി ഉണ്ടാക്കി കയറുന്നതിൻ്റെ മുന്നേ ഈ കുർത്തിയുടെ കൂടെ ഇങ്ങനെ ഷൂ ഇടാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അവിടെ വഴുക്കി വീഴും, അതുകൊണ്ട് ഷൂ ഇട്ടും മാൻഡേറ്ററിൽ ഷൂ ഇടണം പറഞ്ഞു. ഇതുണ്ടോ വളരെ നാരോ ആയിട്ടുള്ള വഴികളാണ്. നമ്മൾ വീഴാൻ ചാൻസ് ഉണ്ട്. വീണ് കഴിഞ്ഞാൽ നല്ല പാറകളാണ്. ശ്രദ്ധിച്ചു വേണം പോകണം. നമ്മൾ ഓൾമോസ്റ്റ് എത്തി. വെള്ളച്ചാട്ടത്തിൽ ഓൾമോസ്റ്റ് എത്തി. ഇതാണ് അല്ലേ? നമ്മളെത്തിയില്ലേ?
ഇതാണ് വെരി ബ്യൂട്ടിഫുൾ പാലൂർ കോട്ട വാട്ടർഫാൾ. ഇതിപ്പോ തട്ടാണ് ഒഴുകുന്നത്. ഇത് ഫസ്റ്റ് ലെയർ ആണ്. ഇതിന്റെ മേലെ വേറെ ലെയർ ഉണ്ട്. ഇതിന്റെ മേലെ നമുക്ക് കയറി പോയി നോക്കാം. നല്ല രസമുണ്ട് അല്ലേ? അടിപൊളി. കൊറേ പേര് ഫാമിലി ആയിട്ട് വന്നിട്ട് ഗ്രൂപ്പ് ഫോട്ടോക്കെ എടുക്കുന്നുണ്ട്. ഇത് നല്ല വഴുക്കലുണ്ട്. നല്ല വഴുക്കലുണ്ട്. അതാണ് ഞാൻ ഷൂ ഇട്ട് വരണമെന്ന് പറഞ്ഞത്. മാൻഡേറ്ററി ആയിട്ട് ഇവരെ വരുന്നവർ എല്ലാവരും ഷൂ ഇട്ട് തന്നെ വരണം. ഇവിടെ ജസ്റ്റ് നമുക്ക് പോയി നിൽക്കാം കുറച്ചിന്. മഴക്കാലത്ത് വെച്ചാൽ കുറച്ചും കൂടി വെള്ളം വരും. വാട്ടർഫാളിന്റെ അടുത്ത് പോവാണ്. നല്ല തണുപ്പുണ്ട്. ഇത്രേ ഇതിന്റെ മേലോട്ട് നമുക്ക് കയറി പോവാം കേട്ടോ. നമുക്ക് ഇതിന്റെ ശേഷം കയറി പോവാം. അതിന്റെ മേലേന്ന് വാട്ടർഫാൾ എന്ത് രസമാണ് കാണാൻ. സൂപ്പർ. കളിക്കാണ് ഏട്ടാ. അതിന്റെ അടിയിലേക്ക്, വെള്ളത്തിന്റെ അടിയിലേക്ക്. ആ മേലേന്ന് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ വൃന്ദ പോകുന്നുണ്ട്. സൂപ്പർ അല്ലേ? ആ നനയോ മേലെ നീയ. സൂപ്പർ സൂപ്പർ. ഞങ്ങൾ പറയുന്ന പോലെ കേൾക്കുന്നുണ്ടോ? കാരണം ഈ വാട്ടർഫാളിന്റെ സൗണ്ട് ഭയങ്കരമാണ്. ഇപ്പോൾ അടിപൊളിയാണ്. സൂപ്പർ. നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ കുറേ നേരം നിന്ന് ഇനി മേലത്തെ ലെയറിലേക്ക് കയറി പോവാണ്ട്, ഒരുപാട് കയറി പോവാണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് പറയാം അല്ലേ? അപ്പം നമ്മളിത് മേലോട്ട് പോവാതെ അതാക്കേണ്ട കയറ്റം മുഴുവൻ നമുക്ക് കയറണം. അപ്പോൾ നമ്മൾ മേലോട്ട് കയറുകയാണ്. ഉള്ള കയറ്റാണ്. ശ്രദ്ധിച്ച് കയറണം. എനിക്ക് ഓർമ്മ വരുന്നത് അറിയാം, ഞാൻ കോളേജിൽ നിന്ന്. ഹലോ, നമ്മളിപ്പോ കൊറേ കേറി എത്തി. ഇവിടെ ഒരു പാറമേൽ ഇരിക്കുകയാണ്. ഇവിടെ ക്ഷീണിച്ചു പറയാം. ഇനി കുറച്ചും കൂടി കയറണം. അപ്പൊ നമ്മൾ മേലെ എത്തിയിട്ട് മേലേക്ക് കയറട്ടെ. ഓക്കെ. എന്തൊരു ചെങ്കുത്താ നോക്കിയേ. ഇതാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഫോണിൽ എത്രത്തോളം മനസ്സിലാവുന്നത് അറിയില്ല, പക്ഷെ നേരിട്ട് നല്ല ചെങ്കുത്താണ്. നമ്മൾ ഇതാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഫാമിലീസ് കയറുന്നുണ്ട്. സോ നമ്മൾ പോയി നോക്കട്ടെ. മെല്ലെ കയറിട്ടോ. വൃന്ദ അപ്പൂസ് ആകെ ക്ഷീണിച്ചു. അപ്പൂസ് നനഞ്ഞു കുളിച്ചു. അപ്പൊ മേലെ പോയിട്ട് ഇനി എങ്ങനെ ചാടും? ശ്രദ്ധിച്ചു പോണേ. എവിടെ ഫാമിലീസ് എല്ലാം കയറുന്നുണ്ട് കുറെ. ഇതുണ്ടോ, ഇത് നമ്മൾ വന്ന വഴിയാണ്. ഇതാ വെള്ളച്ചാറിന്റെ മറ്റൊരു സൈഡാണ്. നിറയെ മരങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു നിരപ്പായൊരു സ്ഥലമുണ്ട്. കോറിയാണ് തോന്നുന്നു. ഇത് അറിയില്ല. ഇവിടെ എല്ലാം രാത്രി വന്ന് ടെന്റ് അടിച്ച് എന്ത് സൂപ്പർ ആവൂല്ലേ അപ്പൂസേ? വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കേറാൻ. ഈ ക്യാമറ ടിൽറ്റ് ആവുന്നുണ്ടാവും. സോറി ഫോർ ദാറ്റ്. കുറേ പേര് കേറുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ച് കേറണം. ഞാൻ അപ്പൂസിനെ വലിച്ചു കയറ്റണം. ഇവിടെ ചവിട്ടെ. നമ്മുടെ അപ്പൂസ് വലിഞ്ഞു കേറുന്നു. കേറിക്കോ. കയറി ഓൾമോസ്റ്റ് ഇതിന്റെ ഫസ്റ്റ് ലെയർ എത്താറായി. സത്യം പറഞ്ഞ ഈ മാസ്ക് വെച്ചിട്ട് കയറുമ്പോണ്ടല്ലോ ഭയങ്കരമായിട്ട് കിതയ്ക്കുന്നു. ഓ സൂപ്പർ. ഇത് അപ്പൂസ് ഇതേ അടുത്തി. അപ്പൂസും അടുത്തു. ഇനിയും കയറാനുണ്ട് ആ മുകളിലോട്ട്. അതെ, പാതി കയറിയിട്ട് കുറെ പേര് പേടിയോളം കേറുന്നില്ല. ഞങ്ങളിപ്പോ ഇവിടെ മാത്രമാണ് മാസ്ക് വെക്കാത്തത്. ആളുകളുള്ള സ്ഥലത്ത് നമ്മൾ
കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം മാസ്ക് വെക്കുന്നുണ്ട്. ഇവിടെ അപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമല്ല, നമ്മളൊരു സൈഡിൽ നിൽക്കുകയാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ അതെ, വേണം അതിൻ്റെ മേലോട്ട് നോക്കി. വാവ്, സൂപ്പർ. ഡീപ്പാന്ന് നോക്കിയേ. ഓൾമോസ്റ്റ് നമുക്ക് ആ സൈഡിൽ ഒരുപാട് മലകൾ കാണാം. അതിന്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. ഇവിടെ ഒരുപാട് മലകൾ, നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പ് സൈഡിലായി. സൂപ്പർ. ഓക്കെ, ഓൾമോസ്റ്റ് ഇപ്പോൾ ടോപ്പിലെത്തി. ഇനി അവിടെ കുറച്ച് ഫാമിലീസ് ഉണ്ട്, അവരെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. എന്ത് രസമാണ് നോക്കി, നല്ല വഴുക്കുണ്ട് കേട്ടോ. അങ്ങോട്ടെല്ലാം പോവാം. നമുക്കിനി കയറാം, കുറച്ചുകൂടി കയറാം. ഞാൻ നല്ല വഴുക്കുണ്ട്, ഷൂ ഇട്ടിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. കണ്ടോ ടോപ്പ് ലെയർ കണ്ടോ, എന്ത് രസമാണ് നോക്കി. ഇതിൻ്റെ മേലോട്ട് ഇനി കയറാൻ വേറെ വഴിയുണ്ട്, നമുക്ക് അതും കയറി നോക്കാം. കുറച്ച് പേര് പോകുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ മാക്സിമം ടോപ്പ് വരെ കയറാൻ പറ്റും. ഇവിടെ എനിക്കൊരു കാര്യം പറയാം, ഇവിടെ ഒരുപാട് പ്ലാസ്റ്റിക് കാണുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ആര് വന്നാലും ഇവിടെ പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്. കാരണം വി ഷുഡ് ബി എക്കോ ഫ്രണ്ട്ലി. ഈ ചെയ്യുന്ന പ്ലാസ്റ്റിക് എല്ലാം ഭയങ്കര ക്രൂരതയാണ്. ഇതിൻ്റെ ഭംഗി അങ്ങ് പോവാണ്. ഒരുപാട് കവർ, കുപ്പികൾ, മാസ്ക്. ദയവ് ചെയ്ത് ഇങ്ങനെ ആരും തന്നെ ഇങ്ങനെ ചെയ്യാതിരിക്കുക. എന്തൊരു കഷ്ടമല്ലേ. ബ്യൂട്ടിഫുൾ വാട്ടർഫാൾ. നമ്മൾ നനയാൻ പോവാ. ഞാൻ എത്ര ടോപ്പിൽ നിന്നാണ് വെള്ളം വരുന്നത് നോക്ക്. എത്രയോ ടോപ്പ് സൈഡിൽ നിന്നാണ് വെള്ളം വരുന്നത്. അടിപൊളി. മഴക്കാലമായി കഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ല വെള്ളം ഉണ്ടാവും. ഹലോ, വെള്ളം കാണിക്കേ. ഇതിലേ നമുക്ക് വേണമെങ്കിൽ കയറി പോവാം. അതിന്റെ ടോപ്പ് സൈഡിലേക്ക് നമുക്ക് പറ്റാന്നുണ്ടെങ്കിൽ കയറി പോവാം. ഇതേ അപ്പൂസ് വീഴോ. അപ്പൂസ് മതി. നമ്മളിവിടെ വന്നിട്ട് ഒരു ടെന്റ് അടിച്ച സൂപ്പർ ആവില്ല അപ്പൂസേ? മേളിൽ പോയി ടെന്റ് അടിച്ച അടിപൊളി. ഇപ്പൊ ഞങ്ങൾ മേലോട്ട് പോകുന്നില്ല, കാരണം ഭയങ്കര വഴുക്കലാവുകൊണ്ട് റിസ്ക് എടുക്കുന്നില്ല. അപ്പൊ നമ്മൾ താഴെ ഇറങ്ങാം. അപ്പോൾ ഞങ്ങൾ താഴോട്ട് ഇറങ്ങുകയാണ്. വേണമെങ്കിൽ ഇതിന്റെ മേലോട്ട് ഒന്നും കൂടി പോവാം, പക്ഷെ ഞങ്ങളത് പോകുന്നില്ല, കാരണം നല്ല വഴുക്കലുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ പിന്നെയും കയറി പോയേനെ. ഇത് അപ്പൂസ് ഉണ്ടാവുകൊണ്ട് ഞങ്ങൾ കയറുന്നില്ല. അപ്പൊ ഞങ്ങൾ താഴോട്ട് ഇറങ്ങാൻ നല്ല സുഖമായിരിക്കുന്ന കരുതണ്ട. കയറിയതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഇറങ്ങാൻ. എന്റെ ഷൂയിലൊക്കെ ആകെ വെള്ളമായി. ഉദ്ദേശിച്ച് വേണം ഇറങ്ങാൻ. പെട്ടെന്ന് താഴേക്ക്. അതെ അതെ, നിങ്ങൾക്ക് പെട്ടെന്ന് താഴെ എത്തും. പിന്നെ ആംബുലൻസ് വഴി കൊണ്ടുപോകാം. അയ്യയ്യേ, എന്റെ മാസ്ക് താഴെ. ഞാൻ ചേട്ടൻ്റെ അത്ര സ്പീഡും. ആ, അമ്മ വീട്ടിന്ന് തോർത്തൊക്കെ തന്നിട്ടോ വിട്ടത്. ഇതാണ് ഞങ്ങൾ കേറി വന്ന വഴി. എന്തൊരു കുണ്ടാ നോക്കി, കാണിച്ചു തരാം. നോക്കൂ, ഈ കുണ്ട്, ഈ കയറ്റാണ് നമ്മൾ കേറി വന്നത്. കുത്തനെയുള്ള കയറ്റം എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള കയറ്റം. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി കഴിഞ്ഞാൽ നമ്മൾ താഴെ വീഴും. ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് വേണം വരാം. അവിടെ ഏതൊക്കെ ടൗണെല്ലാം കാണുന്നുണ്ട്. ഇതിൽ വ്യൂ കിട്ടുന്നുണ്ടാവില്ല, ഏതാണെന്ന് അറിയില്ല. ആരെങ്കിലും അറിയുന്നവർ കമന്റ് ചെയ്യാം. ഇത് താഴെയുള്ള ഒരുപാട് ഫാമിലീസ് വരാൻ നിൽക്കുന്നുണ്ട്. സോ നമുക്ക് ഇറങ്ങാം. ഭയങ്കര ഡേഞ്ചർ ഇവിടെ നിന്ന് ഇറങ്ങാൻ. ശ്രദ്ധിച്ച് വേണം ഇറങ്ങാം. ഇതുണ്ടല്ലേ, അയ്യോ ശ്രദ്ധിക്കണേ ഏട്ടാ.
ഞാൻ ഇറങ്ങിയിട്ട് അപ്പൂസിന്റെ അടുത്ത് നമ്മൾ ഇറങ്ങുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം, സ്പീഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ഫാസ്റ്റ് മൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ പിടിച്ച് നിൽക്കാനോ ഒന്നും പറ്റില്ല. നമ്മളെ ഗ്രിപ്പ് പോയി താഴോട്ട് പോകും. അതുകൊണ്ട് മാക്സിമം സ്ലോ ആയിട്ട് ഇറങ്ങുക. അതിലൊന്നും നാണിക്കാനില്ല. ആരും ഇവിടെ നിങ്ങളെ കളിയാക്കാൻ വരുന്നില്ല. മാക്സിമം സ്ലോയിൽ ഇറങ്ങുക. നമ്മൾ ചിലർ കാണാം, ഇപ്പം ഞാൻ തന്നെ ചെയ്യാറുണ്ട്, നേരെ വന്ന് അങ്ങ് ജമ്പ് ചെയ്യും. ആ ജമ്പ് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്ന മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റും. പക്ഷെ അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ താഴെ നേരോട്ട് സ്ലിപ്പായി പോകും. സോ മാക്സിമം നിരങ്ങി ഇറങ്ങുക എന്ന് പറയില്ല, അങ്ങനെ നിരങ്ങി കൊച്ചു പിള്ളേർ ഇറങ്ങുന്ന പോലെ നിരങ്ങി ഇറങ്ങാൻ നോക്കുക. ഓക്കെ, ഇത് നമ്മുടെ അപ്പൂസ് ഇറങ്ങാൻ പോകുന്നു. അപ്പൂസ പേടിയുണ്ടോ? ഞാൻ വരണ? അവിടെ പാമ്പുണ്ടാവും അപ്പൂസെ? വീഴല്ലേ, ഞാനും വരാം. എന്റെ അമ്മ ഒരു വൃത്തികെട്ട കയറ്റം, അതിലും നല്ല പറയല്ല. പക്ഷെ സ്ഥലം എന്ന് പറഞ്ഞാൽ സൂപ്പർ, കാരണം അടിപൊളി അല്ലേ? ഇത് എത്ര പേർക്ക് സ്ഥലം അറിയില്ല, വളരെ അടിപൊളിയാണ്. ഈ എന്താ പറയാ, സൈഡൊക്കെ ഉള്ളവർ എന്തായിട്ടും വരണം അല്ലേ? തീർച്ചയായിട്ടും ഇവിടേക്ക് വരണം. അടിപൊളി സ്ഥലം. നോക്കണം, മുള്ളുപോലാണ്. വലിക്കരുത് കേട്ടോ. അങ്ങനെയല്ല, ഏട്ടൻ ഇറങ്ങാൻ വേണ്ടി, ഞാൻ ഇറങ്ങാൻ വേണ്ടി. ഇറങ്ങിക്കോ, ഏട്ടൻ ഇറങ്ങിക്കോ. ഏട്ടൻ മറ്റേ സ്ലൈഡറിൽ ഇറങ്ങുന്ന പോലെ, സ്ലൈഡറിൽ പോകുന്ന പോലെ ഏട്ടൻ ഇറങ്ങണേ. എന്താ ആലോചിക്കണേ? ഇതിലെന്നെ പോകുന്ന ഇത് പോയി കഴിഞ്ഞാണ്ടല്ലോ കൊക്കാന്ന് പറഞ്ഞ അടിപൊളി കൊക്ക. ഇവിടെ ചവിട്ടി കഴിഞ്ഞാൽ താഴെ പോകും. വളരെ നേരോ ആയിട്ടുള്ള വഴിയാണ്. ജസ്റ്റ് ഒന്ന് കാല് മാറ്റി വെച്ച കൊക്കയിലോട്ടാണ്. താഴെ പോയിട്ട് കുളിക്കണം. ഈ വഴി അപ്പൂസെ ആ വഴി വരല്ലേ? അവിടെ കണ്ടോ, ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ. ജസ്റ്റ് ഒന്ന് കാല് മാറ്റി കഴിഞ്ഞാൽ അതിലൂടെ നേരെ കൊക്കയിലോട്ട് പോകും. നമ്മള് ഓൾമോസ്റ്റ് എത്തിന്ന് തോന്നുന്നു. ഏട്ടനെ കാണാനില്ലല്ലോ. ഏട്ടാ ഇവിടെ ഒരു വെഡിങ് ഫോട്ടോഷൂട്ട് നടക്കാണെന്നാ പറഞ്ഞ, നമുക്ക് പോയി നോക്കാം. ഓ, ഇത് ഹൽദിയുടെ ആണെന്ന് തോന്നുന്നു. ഹൽദി. എൻ്റെ മാരേജിനും, എൻ്റെ അല്ല, ഞങ്ങളുടെ മാരേജിനും ഹൽദിയുടെ ടൈമിൽ ഞങ്ങൾ ഇതേപോലൊരു വാട്ടർഫോൾ എന്നല്ല, ചെറിയൊരു തോടില്ലേ, ആ തോട്ടിൽ പോയിട്ടാണ് ഹൽദിയുടെ ഫോട്ടോസൊക്കെയാണ് എൻ്റെ എടുത്തത്. ഹൽദി ഫങ്ഷൻ കഴിഞ്ഞ് ഇതിലെ ബ്രൈഡ് ആരാ നോക്കാം. അയ്യോ, അപ്പൊ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല അല്ലേ ഏട്ടാ? നമ്മളിപ്പോ വെള്ളച്ചാട്ടത്തിലാണ്. സൂപ്പർ.
എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പൊ എന്നാ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്? സൂപ്പർ അല്ലേ? അപ്പോൾ ഇതിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്, ഒരു ടിക്കറ്റ് ചാർജ് ഒന്നുമില്ല. ഇങ്ങോട്ട് എത്തിപ്പെടാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഗൂഗിൾ മാപ്പ് ഫോളോ ചെയ്യരുത്, അവിടെയുള്ള ആളുകളുടെ അടുത്ത് ചോദിച്ച് വേണം വരാൻ. പിന്നെ അധികം നടക്കാനുമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ടോക്ക് അബൌട്ട് അവിടെ റോഡ് സൈഡിൽ തന്നെ കാറ് പാർക്ക് ചെയ്യാം. ആ റോഡ് എത്തുമ്പോൾ തന്നെ ഇങ്ങോട്ട് അരുവി ഒഴുകുന്നത് കാണാം. നേരെ ഇങ്ങോട്ട് കയറിപ്പോ അടിപൊളി ഒരു വാട്ടർഫാളിലേക്ക്. ഓക്കെ, സൂപ്പർ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സോ വി ആർ സൈനിങ് ഓഫ്. ബൈ ബൈ. വൃന്ദ രാഹുൽ ബ്ലോഗ്.